പുള്ളിക്കാരൻ എന്ത് ഇനി ഇനി ഇയാൾക്ക് വേണ്ടി ഇനി നമ്മൾ കണ്ട് പരദൂഷണം പറയും ഇങ്ങോട്ട് വന്നാണ് അയാളെ പറ്റി. ഇയാളിനി എത്ര നാളായിട്ട്. അപ്പോൾ ഞാനൊരു കാര്യം പറയട്ടെ. ഐറ എന്ന് പറഞ്ഞ കൊച്ചിനെ പറ്റി എന്താ അഭിപ്രായം? എനിക്ക് നല്ല അഭിപ്രായം ചോദിക്കും. എനിക്ക് നല്ല അഭിപ്രായം. അത് നല്ല അതൊരു ഇംഗ്ലീഷ് ആണെങ്കിലും ഓക്കെ, മലയാളം ആണെങ്കിലും ഓക്കെ, കൊള്ളാം കേട്ടോ. അതുപോലെ വേറൊരു കാര്യം കണ്ടായിരുന്നു. എന്തുവാ? ജോക്കി ഒരാളെ വണ്ടി ഇടിച്ചിട്ടില്ലേ? അപ്പൊ ആ കൊച്ചിനെ മാറ്റി നിർത്തി ജോക്കി സാറിന് ഇവിടെ നിന്ന് മാറ്റി വന്നു. ഇതൊക്കെയാണ് നമ്മുടെ അത്യാവശ്യം. ആക്ച്വലി ആ കൊച്ചു വെക്കാൻ വേണ്ടിട്ടാണെന്ന് തോന്നുന്നു. എന്നിട്ട് കൊച്ചു പറയുവാ മറ്റേ ആശുപത്രി കൊണ്ടുപോയിട്ടെ അവളത് ഡീൽ ചെയ്തോളാന്ന് പറഞ്ഞ അവളെ ഒറ്റയ്ക്ക് എടുത്തോണ്ട് പോയത്. ഇതാണ് നമ്മൾ ക്വാളിറ്റി കാണേണ്ടത്. ആക്ച്വലി ഞാൻ ഇന്ന് വരുന്ന സമയത്ത് കേക്ക് എടുത്ത് ഞാൻ പറയാൻ പോകുന്നത്, കേക്ക് എടുത്ത് ഞാൻ കുറച്ച് റൂഡായിട്ട് നീങ്ങും കേട്ടോ. അപ്പം കുറച്ച് സോഫ്റ്റ് ആയിട്ട് നിന്നു. പക്ഷേ കേക്കെ താഴ്ത്തി വേണം നമ്മൾ സംസാരിക്കുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചതിയാന്നാണ് ആദ്യം വിളിക്കാൻ പോകുന്നത്. സാബ്കുരു നമ്മുടെ അടുത്തൊരു സുഹൃത്തായ ഒരാളെ പറ്റിക്കുന്ന സമയത്ത് നമ്മൾ ചതിയാന്നല്ലേ വിളിക്കാൻ പറ്റത്തുള്ളൂ. സത്യമാണ്. കാശ് ഒരു മാസം ഇട്ട് ഓടിച്ചു കേട്ടോ. ഇവിടെ ശരിയാവില്ല. നമ്മുടെ സ്റ്റാൻഡേർഡ് പോലെ നമുക്ക് കുറച്ച് കലിപ്പിട്ടിങ് പറയുമ്പോ ജോക്കി ആ സൺലൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ഓറാന്നൊക്കെ പറയുമ്പോ ആ സൺലൈറ്റ് ബാക്കി വരുമ്പോ ഇവിടെ ഒരു സന്ധ്യാസമയം ഇവിടെ സെറ്റ് ആയിട്ടിരിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ. അതെ. ഞാനിപ്പോ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞപ്പോ ഞാൻ അയാളെ ആദ്യം തന്നെ ചതിയാനായിരിക്കും വിളിക്കുന്നത്. ഈ ചതിയും പക്ഷെ ഇങ്ങോട്ട് വരുന്നില്ലല്ലോ. ഇയാൾ ഇനി താലപ്പൊലി എടുത്തോണ്ട് രഥമൊക്കെ എടുത്തോണ്ട് പോകണം. ഇയാൾ ഇപ്പൊ ഞാനൊന്ന് വിളിച്ചു നോക്കാം. ഗ്യാങ് സസ്പെൻഷൻ ഉറപ്പായി. എന്ത് പാടായത് ഇനി അടുത്ത പ്രശ്നം. എനിക്ക് വൈകിയതൊക്കെ എന്താണ് ഇവന്മാരുടെയൊക്കെ പ്രശ്നം? ഈ സീരിയസ്ലി മനസ്സിലാവുന്നില്ല. യാസ്മിൻ, ഞങ്ങൾ ഈ കടലുംകരയിൽ വന്നിരിക്കാൻ തുടങ്ങി കുറെ നേരമായി. കേക്ക് ഇപ്പൊ നമ്മളെ വിളിച്ചിട്ട് 1.5 മണിക്കൂറോളം ആയി. നിങ്ങളെ എത്തുവോ? പുള്ളി റെഡി ആയില്ലേ? മേക്കപ്പ് ഇട്ട് കഴിഞ്ഞില്ലേ പുള്ളി? ഞാനൊന്ന് വിളിക്കട്ടെ അയാളെ. ഇയാൾ ചുമ്മാ കാണാമല്ലോ. യാസ്മിൻ ഡയറക്റ്റിങ് പോരൂ, നമ്മുടെ അടുത്തേക്ക് പോരൂ. പുള്ളി വരട്ടെ. പുള്ളിക്ക് എന്താണ്, പുള്ളിക്ക് ഒറ്റയ്ക്ക് വരെ അറിയത്തില്ലേ? അപ്പൊ ഇപ്പൊ എവിടെ ഉണ്ട് കറണ്ടില് നിങ്ങള്? എന്റെ പൊന്ന് കേക്ക്, നമ്മൾ ഉച്ചനേരത്ത് വന്നിരിക്കുന്ന കൊക്കിനെ കണക്ക് ഇരിക്കാൻ പറഞ്ഞിട്ട് കുറെ നേരമായി. അയ്യോ, നിങ്ങൾ എത്തിയോ? പിന്നെ വരുന്ന വഴിക്ക് യാസ്മിന് പെട്ടെന്ന് കണ്ണിന് പ്രശ്നം. യാസ്മിന് കണ്ണി കുരുവായ നിങ്ങൾക്ക് എന്തുവാ? നിങ്ങൾക്ക് ഇങ്ങോട്ട് നേരെ വന്നാൽ പോരെ. യാസ്മിനോട് ഒറ്റയ്ക്ക് വന്നുകൂടെ? ടൈമിനൊരു വില തരുന്നില്ല. ഞാൻ ഭയങ്കര ഇന്ന് കുറെ കാര്യങ്ങൾ സംസാരിക്കണം. നിങ്ങളെ കുറിച്ച് കുറെ കാര്യങ്ങൾ ഞാൻ അറിഞ്ഞു. അതെനിക്ക് ഭയങ്കര ഹേർട്ടായി. ഞാൻ പിന്നെ നിങ്ങളൊന്ന് വരുവോ? പക്ഷെ വെയിലടിച്ചിട്ട് ചന്തിക്കത്തൊരു മുട്ട പൊരിക്കാനുള്ള ചൂടായി. ഒന്ന് വരുവോ? മുട്ട പൊരിക്കണ്ട. ഓട്ടോ വിളിക്കാനോ? മുട്ട പൊരിക്കണ്ട. മുട്ട എന്റെ പൊന്ന് സഹോദര, എന്തേലും ഒരു തമാശ പറഞ്ഞാൽ അതങ്ങ് സീരിയസ് ആയിട്ട് എടുക്കില്ലേ നിങ്ങള്? കുഴപ്പമില്ല. എന്നെ കണ്ട ചന്തിക്കടയിൽ മുട്ട പൊരിക്കാനായിട്ട് തോന്നുന്നു നിങ്ങൾക്ക്? അല്ല, പറഞ്ഞ കൂടുതൽ യാസ്മിന്റെ കണ്ണിന്റെ കുരു മാറ്റിട്ട് വേഗം വന്നാണ്. എനിക്ക് കുറെ കാര്യങ്ങൾ, ഞാൻ ചൂടായിട്ട് നിൽക്കുവോ. ഞാൻ വേഗം അയാളുണ്ടല്ലോ, അയാളുടെ എന്റെ പൊന്ന അപ്പാ, ഞാനൊരു കാര്യം ചെയ്യട്ടെ. ഞാൻ അയാളുടെ അടുത്ത് പറഞ്ഞേ, ഞാൻ പറഞ്ഞ നിങ്ങൾ ഇത് എവിടാ? നമ്മൾ ഉച്ചയ്ക്ക് വന്ന ബാറ്റിംഗ് കയറി ഇരിക്കുന്ന കൊക്കിനെ കണ്ണ് ഇരിക്കാൻ പറഞ്ഞിട്ട് കുറെ നേരമായിരുന്നു. പുള്ളിക്കാരൻ പറയാ യാസ്മിന്റെ കണ്ണി കുരു പോയി. കണ്ണിലെന്തോ മറ്റേ വാക്ക് പറ്റിയത് കേട്ടോ. കണ്ണിലെന്തോ പറ്റിയെന്ന്. അപ്പോൾ ഉടനെ ഞാൻ അടുത്ത് പറഞ്ഞിട്ട് വെയിറ്റ് ചെയ്ത് ചന്തിയിലൊരു മുട്ട പൊരിക്കാനുള്ള സമയമായിരുന്നു. അപ്പോൾ അയാൾ പറയുക, വെയിറ്റ് ചെയ്യണ്ട, നമ്മൾ വരാൻ, ചന്തി മുട്ട പൊരിക്കണ്ടെന്ന്. ഇപ്പോഴേ ഇയാൾക്കൊരു തമാശ പറഞ്ഞാൽ പോലും മനസ്സിലാകത്തില്ല. പോക്കണം കെട്ടരുത് പോലും മനസ്സിലാവാത്തൊരു കാട്ടുകിഴങ്ങൻ. അതും കേക്കെ. ഞാൻ യാസ്മിനെ വിളിച്ചപ്പോഴേ യാസ്മിൻ പറയുവാണ്, അങ്ങേര് അവിടുന്ന് ഓഫീസിൽ നിന്ന് ഡ്രൈവ് ചെയ്ത് അവളെ പിക്ക് ചെയ്യാൻ വേണ്ടി അങ്ങ് വന്നു. കല്യാണം കഴിച്ചോടി ഇവർക്ക്? ഇത് നേരിട്ട് വന്നെന്ന്. എന്നിട്ട് ജംഗ്ഷനിൽ കിടന്നൊരു കൊക്കിനെ പോലെ മറ്റേ കണ്ണ് കാണാതെ തപ്പിത്തടവ് അവിടെ നടക്കുന്നെന്ന് യാസ്മിനെ തേടി. ഇയാൾക്കുണ്ടല്ലോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ പൊന്നപ്പ ഞാൻ ഒരു കാര്യം പറയട്ടെ. എന്തോ ഇയാൾക്കുണ്ടല്ലോ, ഇയാളൊരു പെൺകോന്തന. ഇയാള് സത്യം കാമ കുടുക്ക. ഇയാള് കാമ കുടുക്ക. അന്ന് കുതിരയായിരുന്നു. അതും കേക്ക്. അത് വേണ്ട, കാമ കുടുക്ക മതി. അതും കേക്ക്. എല്ലാം കേക്ക്. ഇയാള് സത്യം കേട്ടോ കുട്ടൻ കൊയിലാണ്ടി, കാട്ടുകോഴി, കാമക്കുടുക്ക, കാമ കുതിര,
എന്തൊക്കെ പേരാണ് ഇയാൾക്ക്? സത്യം പറഞ്ഞാണല്ലോ ഇയാൾ ഈ യാസ്മിൻ ഇന്ന് വരുമ്പോ ഞാൻ ഇയാൾ ചോദിക്കുമല്ലോ ഇയാൾക്ക് എന്നാ ഈ പെണ്ണുമ്പിളെ കൂടിയെന്ന്. അല്ല പുള്ളിയുടെ മനസ്സിലൊരു ആഗ്രഹമുണ്ട്. പിന്നെ മറ്റേ ബ്ലഷ് ചെയ്ത് ഇങ്ങനെ മണപ്പിച്ച അയാള് യാസ്മിനോട് നിന്നിട്ട് അപ്പം താഴെ മണ്ണിലോട്ടൊന്ന് നോക്കണം. അയാള് മറ്റേ ഷൂസ് ഇട്ടൊക്കെ അവിടെ മറ്റേ ഒരു കുഴി ഉണ്ടാക്കും അയാള് നാണം വന്നിട്ട്. മറ്റേ കേരളത്തിന്റെ മറ്റേ ഇത് പടം വരികയാണ്. അയാളുണ്ടല്ലോ ഇത് എന്നെങ്ങാനും വരുമോ? നമ്മൾ ഈ ഇവിടെ വന്നിരിക്കാൻ തുടങ്ങിയിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞോണ്ടല്ലോ. ഓൾഡ് പീഡിയുടെ അടുത്തെന്നാ പറഞ്ഞു. അപ്പം ഒരു മിനിറ്റ്. ഹലോ ബ്രോ. വോൾക്കയിൽ എത്തി. താഴെ സെക്യൂരിറ്റി ഉണ്ടോ? സെക്യൂരിറ്റി ക്യാബിനകത്ത് വെച്ചാൽ മതി. ഇറങ്ങി ഫസ്റ്റ് റൈറ്റിലത്തെ ഫ്ലാറ്റ് അല്ലേ? അപ്പം ആ ക്യാബിനിലോട്ട് വെച്ചാൽ മതി ബ്രോ, ക്യാബിനിലോട്ട്. ശരി, താങ്ക് യു, ഗുഡ് നൈറ്റ്. അപ്പൊ ഞാനൊരു കാര്യം പറയുകയാണെങ്കിലുണ്ടല്ലോ, ഇയാളെ പിടിച്ചിട്ടുണ്ടോ? ഇയാളെ പിടിച്ച് സത്യം പറഞ്ഞാൽ കമ്പി കീഴിലാണ് നടന്നത്. ഇയാൾ എന്തുവാ ഇയാളെ കാണിക്കുന്നത്? നമുക്ക് ഇത്രയും നാൾ എത്ര നേരമായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുക? രണ്ട് ഗ്യാങ്ങിന്റെ തൊട്ട് തലപ്പത്തിരിക്കുന്ന ആൾക്കാരാണ് ഈ കോക്കാച്ചി കാണാനിരിക്കുന്നത്. അതും കേക്ക് എല്ലാം കേക്കാണ്. ഒരു കാര്യം ഈ കാണുന്ന മല കണ്ടോ? ഈ മലയുടെ തൊട്ട് സൈഡിലാണ് ഇയാളുടെ ഓഫീസ്. ഇവിടുന്ന് ഇങ്ങോട്ട് ഇറങ്ങി വന്നാ മതി. അയാള് വല്ല മരയൊന്തുവാണോ അത് പിടിച്ച് ഇത്ര സ്ലോ ആയിട്ട് വരാൻ? ഇയാള് ഞാനൊന്നും പറഞ്ഞില്ല പാപ്പ, കൂടി സിറ്റി പോയിട്ട് ആ പെണ്ണുമ്പുള്ള ഇനിയും പിക്ക് ചെയ്താ അവരില്ലാതെ വരത്തില്ല. അവരില്ലാതെ അയാൾക്കൊന്നും നടക്കത്തില്ല. ഞാനൊരു കാര്യം പറയട്ടെ, ഇത് പറ്റത്തില്ല കേട്ടോ. ഇത് നമ്മൾ ഈ ഡീലിങ് നിർത്തണം പാപ്പ. ഇന്ന് നമുക്ക് ഞാനൊരു കാര്യം പറയട്ടെ, ഇന്ന് ഞാൻ ഇത് സംസാരിച്ച് ഞാനൊരു ഇതാക്കും. അതെങ്ങനെ കോർക്കരുത് എത്തണ്ടേ ജോക്കി? അതും കേക്കേ. ആ തുറന്നു കഴിഞ്ഞാൽ അയാളെ എന്തേലും പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ പേരാ കോവർക്കെഴുതി. പേര് പോലും നമ്മൾ പറയില്ലെന്നാ പറയുന്നത്. കേക്കേന്ന് വിളിച്ചാ മതി. പേരാണ് അതിനേക്കാട്ടിലും കോമഡി. എന്തുവാ? കടുവാക്കുരിയാച്ചൻ കിണ്ടി. പാറ്റായി കണ്ടാലും ഞെട്ടി മറ്റേ തോളത്ത് കയറി അങ്ങനത്തെ ഒരു പുള്ളിയാണത്. പുള്ളിക്കാരനെ സിറ്റിയിലെ എന്തൊരു സിറ്റുവേഷൻ വന്നാലേ പുള്ളിക്കാരൻ ഇട കഴിക്കും. ഷാഡോ ബോയ്സ് കമോൺ ആയിട്ട് 10 പേര് നിരന്നിരിക്കും. പുള്ളിക്കാരന് പേടിയാന്നേ. യാസ്മിന്റെ ഒക്കത്തെ കയറി ഇരിക്കയാള്. ഇയാൾ ഇന്ത്യ പാപ്പ. ഇയാളെ ഞാൻ വെയിറ്റ് ചെയ്തിട്ടോ. ഞാൻ പോവാണ് സത്യം പറഞ്ഞു. അല്ല ഇത് വണ്ടി വരുന്നുണ്ട്. ഇനി വിളിക്കണ്ട. അപ്പൊ കുറച്ച് റൂഡായിട്ട് തന്നെ കേട്ടോ. ജോക്കി റൂഡാക്കി. ഞാൻ കുറച്ച് അന്നേരം മയപ്പെടുത്ത ജോക്കി അങ്ങനെ വേണ്ട എന്നൊക്കെ ഉള്ള രീതിയിൽ. കണ്ണുപൊട്ടം പോന്നു. പിടിച്ചു കയറ്റി അയാളെ വണ്ടി പിടിക്കുന്ന തോളത്തൊക്കെ എടുത്തോണ്ട് വരുന്നു. ഇയാൾക്കുണ്ടല്ലോ, ഇയാൾക്ക് ചില്ലറ കുത്തിക്കഴപ്പൊന്നും അല്ല. അതും കേക്ക്. കുത്തിക്കഴപ്പ് അതും കേക്ക്. എല്ലാം കേക്ക് ഇയാള്. സത്യം. പിന്നെ പണ്ട് രാമനെ തോളിലോട്ടോ ഹനുമാനെ കണക്കാണ് വരുന്നത്. ഇയാളെന്ത് വെയിറ്ററാണ്? കേക്ക് ലോങ് ടൈം നോസി കേക്ക്. ഇതെന്താണ് കേക്ക്? ഇത് എന്തിനാണ് കേക്ക്? അരിച്ചാക്കാണോ? അതിനിപ്പോഴിട്ട് വെള്ളത്തിൽ പോവും. അതുകൊണ്ട് കുടിയായിട്ട് വെള്ളത്തിൽ ഇട്ട നീന്തി പോയത് മറ്റേ നെത്തോലി മീനൊന്നും അല്ലല്ലോ. ഇവിടെ ഒതുക്കി വെക്കണം മിസ്റ്റർ. അതെ, മറ്റേ എക്സ്റ്റൻഡഡ് ടെക്സ്ചർ ബഡ്ജറ്റ് ഒന്ന് കൂട്ട് യാസ്മിൻ. അന്ന് കുറച്ച് കൂട്ട്, എന്നിട്ട് അത് ലോഡായിട്ട് പിന്നെ കുറച്ചാൽ മതി. വെള്ളത്തിൽ പോവാണെങ്കിൽ അയ്യോന്ന് പോവണേ. അയ്യോന്ന് പോയി വെള്ളത്തിൽ പോയി അയ്യോ ഇനിയിത് പയ്യ നീന്തിയൊക്കെ വരട്ടെ. നീ ഇതിപ്പോ എന്ത് ചെയ്യാൻ പറ്റും? അയ്യോന്ന് കേട്ടില്ലേ കേട്ടോ? വരുന്നു അതാണത്. അത് ഇത് എന്ത് പാടേ ഇല്ല. മറ്റേ ഒന്നുമില്ല. അവൻ പോയോ പാപ്പ? ഞാനൊരു കാര്യം ചോദിക്കട്ടെ. കേക്ക് ആ പെണ്ണുമ്പിള്ള അടുത്ത് നേരെ വരാൻ പറ. ഓടി പോകുന്നത് അങ്ങോട്ട് നോക്കി നിൽക്കാതെ ഇങ്ങോട്ട് നോക്കിയേക്കെ. നമ്മളാ സംസാരിക്കുന്നത് ഇവിടെ.
യാസ്മിനെ തിരിച്ചു വാ. പുള്ളി മറ്റേ ഫോണിന്റെ സൂം ഒക്കെ ഇട്ട് ഓണാക്കിയിട്ട് സൂം ചെയ്ത് കാണുവന്നു. അത് കേട്ടോ, നമ്മള് വിളിച്ചിട്ട് കേക്കത്തില്ല. അവിടെ യാസ്മിൻ ഇയാള് കേക്ക്, ഞാൻ ഒരു കാര്യം പറയട്ടെ കേക്ക്. അങ്ങോട്ടല്ലേ ഇങ്ങോട്ട് വാ, പുറകോട്ട് വാ. കണ്ടോ കണ്ടോ, ഓടി ഓടി പോയി. അത് ഒളിമ്പിക്സിന് ഓടുന്ന കണക്കാണ് ആ കുട്ടി ഓടുന്നത്. ഇവിടെ ഇരിക്കാം, ബാ, ഇവിടെ ഇരിക്കാം, ബാ, ഇരിക്ക്. നമ്മൾ ഇരിക്കാനൊന്നും വന്നേന്നല്ലോ. നമ്മൾ ആരെയും ഇതിന് മുമ്പ് ഇങ്ങോട്ടൊന്ന് കേക്ക് നിങ്ങളുടെ ഓഫീസാണ് ആ മലമൂട്ടിലല്ലേ, ഇതുകൊണ്ട് ആ മേളിൽ കാണുന്നത്. നിങ്ങൾക്ക് അവിടെ ഇങ്ങോട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഓടി വന്നാലും നിങ്ങൾ എത്താവുന്ന. നമ്മൾ ആ അങ്ങ് സിറ്റിന്ന് അതെ നമ്മൾ എത്തിയല്ലോ ഇവിടെ 1/2 മണിക്കൂർ മുമ്പേ. അയ്യോ, ഒരു മിനിറ്റ്, ഒറ്റ മിനിറ്റ്, ഞാൻ ഒന്ന് ഒരു കാര്യം പറഞ്ഞോട്ടെ. ആക്ച്വലി ഐ മീൻ എ മീറ്റിംഗ്. നമ്മുടെ മീറ്റിംഗ് വിത്ത് ഓക്കെ. കേക്ക്, ഞാൻ ഒരു കാര്യം പറയട്ടെ കേക്ക്. എനിക്ക് പറഞ്ഞത് സാബുരു ഇനി എന്ത് ചെയ്യാ, പണ്ട് തിരിച്ചു കൊടുത്താണല്ലേ. വെറുതെ കേട്ടോ, വെറുതെ. അത് ഇന്നലത്തെ ഇയാളാ റേഡിയോ നിന്ന് കൈ എടുക്കും. നമ്മളെന്നാ പിന്നെ റേഡിയോ സംസാരിക്കാം നമ്മള്. നമ്മളെ കൂടെ നമ്മളോട് പറയാം സാബുരുടെ കാര്യം, കാശ് കൊടുത്തത് നമുക്ക് കണ്ടിന്യൂ. ഞാൻ ഇതിന്റെ ഇടയ്ക്ക് കയറി ഒന്നുകൂടെ പറഞ്ഞോട്ടെ. യാസ്മിൻ ഇറങ്ങി ഓടി പിന്നെ കരയെ കയറാൻ പറയണേ. നമ്മളെ കൂടെ നമ്മളോട് പറയാം സാബുരുടെ കാര്യം, കാശ് കൊടുത്തത് നമുക്ക് കണ്ടിന്യൂ. ഞാൻ ഇതിന്റെ ഇടയ്ക്ക് കയറി ഒന്നുകൂടെ പറഞ്ഞോട്ടെ. യാസ്മിൻ ഇറങ്ങി ഓടി പിന്നെ കരയെ കയറാൻ പറയണേ. ഓടി ഓടി കടലിൽ പോയി. ഇനി കേക്ക് ഞാൻ ഒരു കാര്യം പറയട്ടെ കേക്ക്. ഇനി പുള്ളിക്കാരച്ച് വന്നാലേ കേക്ക് കേൾക്കാൻ പറ്റത്തുള്ളൂ. അതോ ബുദ്ധിമുട്ട് വല്ലതും നമ്മൾ പറഞ്ഞു കൊടുക്കട്ടെ? ഞാൻ കേൾക്കുന്നുണ്ടല്ലോ, നിങ്ങളെങ്ങനെ. കേക്ക്, ഞാൻ ഒരു കാര്യം പറയാം. കേക്ക് ഒരു ദുഷ്ടനും ചതിയനുമാണ്. ഞാൻ സത്യം. അതെ, കാർലോട് പറഞ്ഞ കൊള്ളായിരുന്നു. കാർലോനോട് പറയാനൊന്നും എനിക്ക് വയ്യ, നിങ്ങളുടെ അടുത്ത് പറഞ്ഞ പോലെ. കാരണം കാരണം അത് കേക്ക്. ഒരു മിനിറ്റ് അപ്പൊ ഒരു മിനിറ്റ് ഇങ്ങോട്ട് വന്നേ. അപ്പൊ ഇങ്ങോട്ട് വന്നേ, ഒരു മിനിറ്റ്. ആ കേക്ക്, ഒരു മിനിറ്റ്. അപ്പൊ ഇങ്ങോട്ട് വന്നേ. ഇയാള് തമാശ പറയാൻ ഇയാളെ കൊമീഡിയനും. ഇയാൾ എന്തു ഈ പറയുന്ന ഈ കേക്ക്? ഞാനൊന്ന് ആറ്റിറ്റ്യൂഡ് വിളിച്ചു തരുമ്പോ ഇയാൾ എന്തെങ്കിലും അയാൾ ടെൻഷനാട്ടോ. ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നില്ലായിരിക്കും. അപ്പൊ നിങ്ങളൊന്ന് തുടങ്ങി. ലേബർ റൂമിന്റെ ഫ്രണ്ടിൽ വന്നിട്ട് ഭാര്യ പ്രസവിക്കാൻ കിടക്കുന്ന അല്ല. അപ്പൊ നിങ്ങൾ ആദ്യം തുടങ്ങി വെക്ക്, ബാക്കി ഞാൻ പിടിച്ചോളാവേ. ശരി ശരി. റേഡിയോ നമ്പർ ഒന്ന് പറ കേക്ക്. ഒരു മിനിറ്റ് കേക്ക്, റേഡിയോ നമ്പർ പറ. എന്നാ പിന്നെ വേറൊരു റേഡിയോ നമ്പർ പറ. നമ്മളോട് അതിൽ അങ്ങിരുന്ന വേറൊരു നമ്പർ പറ കേക്ക്. റേഡിയോ സംസാരിച്ചാൽ മതി കേക്ക്. ഇനി വേറൊരു നമ്പർ പറ. റേഡിയോ വേണ്ട. ഇനി റേഡിയോ എടുക്കരുത് കേട്ടോ. കണ്ണാടി ഒന്ന് വരുമോ? അതാണ് എനിക്ക് അറിയേണ്ടത്. തനിക്ക് കണ്ണിച്ചോരയാണോ? നമ്മൾ എത്ര നേരമായിട്ട് കണ്ണി നിറയെ ചോരയാ. അത് നമ്മൾ അറിഞ്ഞു. അറിഞ്ഞതൊക്കെ ആ പാവം പിടിച്ച സാബുഗുരു കണ്ണീരോടെയാണ് നിങ്ങളെ വന്ന് കണ്ടത്. കണ്ണീരോടെ. അറിയാവോ? ആ ഒരു മനുഷ്യനെ വിഷമിപ്പിക്കാൻ നിങ്ങൾക്ക് എങ്ങനെ തോന്നി കേക്ക്? നിങ്ങൾ അയാളുടെ കാശും പിടിച്ചു വെച്ച് 1 മാസത്തോളം ആ പമ്പിന്റെ പുറകെ ആ മനുഷ്യനെ അലഞ്ഞിട്ട് നിങ്ങൾക്ക് ലേശം ഇതുണ്ടോ? ഉണ്ടെന്നാണോ ഇല്ലെന്നാണോ ഈ മൗനം സംഭവം? ഞാൻ ഇനിയും ഇത് പൂരിപ്പിക്കണോ? അതായത് ഈ പറയുന്ന വ്യക്തിനെ നമ്മൾ കഴിഞ്ഞ വർഷം ഒക്ടോബർ തൊട്ട് വിളിക്കുന്നേ. നിങ്ങൾക്കൊരു ക്ലബ് ഉണ്ട്, ക്ലബ് രജിസ്റ്റർ ചെയ്യണ്ടേ? കഴിഞ്ഞ വർഷം എന്തിനാണ് പുള്ളിക്കാരനെ വിളിച്ചത്? പമ്പിനല്ല, ഒരു ബിസിനസ് കൊടുക്കണമെങ്കിൽ നമുക്കൊരു PCC ഉണ്ടല്ലോ, പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ്. അതൊന്ന് മേടിച്ചു വെക്കാൻ ഞാൻ പറയുന്ന പുള്ളിയോട്. ഓക്കെ, കഴിഞ്ഞ വർഷം ഒക്ടോബർ, നവംബർ, ഡിസംബർ തൊട്ട് നമ്മൾ വിളിക്കുന്നതാണ്. ഒക്ടോബർ, നവംബർ, ഡിസംബർ. അയാൾ വല്ല കാറ്റ് കൊള്ളാനോ മഞ്ഞ് കൊള്ളാനോ ഒക്കെ ഏതെങ്കിലും രാജ്യത്ത് പോയി കാണും. ഓക്കെ, എന്നാ അത് പോട്ടെ. ഒക്ടോബർ, നവംബർ, ഡിസംബർ പോയി. ഇവിടെ ഓപ്ഷൻ വെച്ചേ. ഓപ്ഷൻ മിസ്റ്റർ മാമനുണ്ടായിരുന്നല്ലോ. നമ്മുടെ ഓപ്ഷൻ വ്യക്തമായിട്ട് എല്ലായിടത്തും പറയാൻ, എല്ലായിടത്തും ഓപ്ഷൻ കിട്ടി, എല്ലായിടത്തും പറയുകയും ചെയ്തിരുന്നു. നിങ്ങൾ PCC എടുക്കണം, മിസ്റ്റർസിനെ ഒന്ന് കണ്ട് ഫണ്ട് അടച്ചാൽ നിങ്ങൾക്ക് ബാക്കി ലൈസൻസ് കാര്യം പ്രൊവൈഡ് ചെയ്തിട്ട് കാര്യം ചോദിക്കട്ടെ മിസ്റ്റർ കെ.
അന്ന് നിങ്ങൾക്ക് ആർക്കും നാക്കില്ലായിരുന്നു ഇതൊന്ന് ചോദിക്കാനൊന്നും. കാര്യം ഇതൊക്കെ ഇവിടെ ചോദിച്ചു. ഞാൻ ഈ ഇല്ലാത്ത ഫ്ലൈറ്റും ചാർട്ടർ ചെയ്ത് മറ്റേ ഇവിടെ വന്ന് അമ്മമ്മ ചിരിക്കുന്നു. ഞാൻ ചേരൂ, നിന്റെ അമ്മമ്മയെ കാണുന്നത്. തരാതെ ഹായ് അമ്മമ്മ, ഉത്സാഹം. പോരാ, അയാൾക്ക് മറ്റേ ലൈസൻസും ഇല്ല ഒന്നുമില്ല എന്ന് ഇപ്പോഴാണ് വന്നിട്ട് പറയുന്നത്. അല്ല, പുള്ളിക്ക് ലൈസൻസ് കിട്ടാനുള്ള സമയം ഉണ്ടായിരുന്നല്ലോ. ബിസിനസ് വരുന്നേക്കാളും ലൈസൻസ് മേടിക്കായിരുന്നു. കേക്ക് ഞാൻ ഒരു കാര്യം പറയട്ടെ. പുള്ളി വിശ്വസിച്ച് ഓപ്ഷൻ വിളിക്കാൻ പറഞ്ഞു വിട്ടത് TVയിലെ മന്ദാരത്തായിരുന്നു. മന്ദാരം ഇതൊന്നും പുള്ളിയോട് കൺവേ ചെയ്തില്ല. അതെന്ത് പരിപാടിയാണ് കാണിച്ചേ? മന്ദാരം മീറ്റിംഗ് പറയണ്ടല്ലേ? അല്ല, ഇത് മന്ദാരം കൺവേ ചെയ്തോ ഇല്ലോ നമുക്കറിയില്ലോ. അല്ല, നമുക്ക് കബഡി കളിച്ച് നോക്കാൻ പറ്റുമോ മന്ദാരം പറഞ്ഞു കൊടുത്തുണ്ടോ ഇല്ലോ എന്നുള്ളത്? അത് ഒരു മിനിറ്റ് കേക്ക്. അപ്പം ഇങ്ങോട്ടൊന്നും ഒരു മിനിറ്റ്. കബഡി കുരിയാച്ചെന്ന് പറയാനാണോ? ഇയാൾ ഈ കബഡി നേരത്തെ നോക്കി മറ്റേ നേരത്തെ നോക്കിയൊന്നും നമുക്ക് അറിയേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പം അവൻ അങ്ങോട്ട് സ്ട്രൈറ്റ് ആയിട്ട് പറഞ്ഞാണ്. അപ്പോൾ സ്ട്രൈറ്റ് ആയിട്ട് അങ്ങോട്ട് പറഞ്ഞാണ് പുള്ളി കയറുന്നത്. 4000 കൂടി ഇങ്ങോട്ട് കൊടുത്തിട്ട് 4000 കൂടി ഇങ്ങോട്ട് തരാൻ പറ. അല്ല, നമ്മുടെ കാശ്മീരിൽ വന്നിട്ടൊന്നും വിചാരിക്കത്തില്ല. അതെ, നമുക്കൊരു കാര്യം ചെയ്യാം. സാമ്പൂര് നമ്മുടെ അടുത്തൊരു പുള്ളിക്കാരനാണ്. സാമ്പൂര് പല ബിസിനസ്സുകളും നമ്മൾ ചെയ്യാനിരിക്കുകയാണ്. അങ്ങനെ പറഞ്ഞ് ഇയാളെ തിരക്കുന്നുണ്ട്. ഇയാളെ അടിച്ച് കൊന്നാലോ? അല്ല, എന്നാലും കിട്ടത്തില്ല. ആ ടോർച്ചറോ ഓപ്ഷനറോ അങ്ങനത്തെ പുള്ളിയുണ്ട്. അയാളാണ് ഇതിന് കിടന്ന് ഇടങ്കോലുണ്ടാക്കുന്നത്. ഇതിപ്പോ എന്ത് പറഞ്ഞാൽ പൈസ വാങ്ങിക്കാൻ പറ്റും? ഇതിപ്പം അതെ, ഇയാളോട് നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഇയാൾക്ക് ഇപ്പൊ റേഡിയോ സംസാരിക്കണ്ട കേട്ടോ. ഇപ്പൊ ഇയാള് വിഷമാവും കേട്ടോ. കഴിഞ്ഞ വർഷത്തെ പോലെ പറയാം ചിലപ്പോ. എന്നെ കൂട്ടാ നിങ്ങൾ മാറി സംസാരിച്ചിട്ട് നമ്മളങ്ങോട്ട് ചെല്ലുമ്പോൾ ഇയാൾ എന്റെ അടുത്ത് ഇയാള് ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. ഞാൻ കൊല്ലട്ടെ ഇയാളെ അങ്ങ്. ആവശ്യമുണ്ട്. നനഞ്ഞ് നിൽക്കുന്ന നോക്ക്, കൊക്ക കണക്ക് നിൽക്കുന്ന കണക്ക് പാടത്തെ. നിങ്ങള് ഇപ്പം ഞങ്ങളെ കൂടെ വിഷമിപ്പിക്കുകയാണ്. അതെ അതെ, സത്യമായിട്ടും നിങ്ങളോടൊരു ആ പുള്ളി അത്രയും ഒരു മാസത്തോടെ അലഞ്ഞു തിരിഞ്ഞാൽ അതിലൊരു നഷ്ടപരിഹാരം എന്തെങ്കിലും എവിടെ അലഞ്ഞു തിരിഞ്ഞെന്നാ പറയുന്ന പുള്ളി? ശരിക്കും പറഞ്ഞ കേക്ക് ഒന്ന് ആലോചിച്ചു. ഈ മിസൈലിന്റെ ഇടയ്ക്കൂടെ അയാൾ എന്തോരം തവണ ഇവിടെ വന്നെന്നറിയോ? നിങ്ങളെ അന്ന് കോണ്ടാക്ട് ചെയ്യുന്നത് നമ്മള് 4 ദിവസം മുന്നേ പുള്ളി അങ്ങോട്ട് വിളിച്ചു. നിങ്ങൾ വന്ന് ബിസിനസ് മേടിച്ചോണ്ട് പോയി. അപ്പൊ എനിക്ക് സൗകര്യമില്ല, പിന്നെ വരാം. അല്ല, പക്ഷെ നിങ്ങൾ എന്തിനോ അവരെ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്തെന്നോ പുള്ളിയുടെ ഇതിലൊക്കെ നിങ്ങൾ എന്തോ മുടക്കം വരുത്തി ആ ഒരു പ്രഷർ പറഞ്ഞാന്നാ പറയുന്നത്. ആ ഒരു ഇത് പുള്ളിക്ക് ഭയങ്കരമായിട്ട് മനസ്സ് വിഷമിച്ച് പറഞ്ഞാണ് പുള്ളി പറയുന്നത്. പുള്ളി ഓൺ മൈ ഫേസ് പുള്ളി വന്ന് ഷൗട്ട് ചെയ്തിട്ട് പോയതാ. ഞാൻ എന്നിട്ട് ക്ഷമിച്ചിട്ടാ പുള്ളി ബിസിനസ് കൊടുക്കാന്ന് പറഞ്ഞു. ഓക്കെ, എൻ്റെ അടുത്ത് വന്ന് ഷൗട്ട് ചെയ്ത് പോയിട്ട് ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, എന്താ കൊടുത്ത് വിട്ടേക്കുന്ന ഞാൻ പറഞ്ഞത് എൻ്റെ ഒരു മാന്യത. എന്നിട്ട് ഞാൻ അതിന് വേണ്ടി മാത്രം സ്റ്റാഫിനെ ഡിപ്ലോയ് ചെയ്തു. ഇനിയിപ്പോൾ അയാൾക്ക് ഗവൺമെന്റ് ഓഫീസിൽ പോകാൻ ഇനിയിപ്പോ ഞാൻ വലിയ പണക്കാരനാണ്, ഞാൻ ഗവൺമെന്റ് ടോർച്ചറെ വെച്ചിട്ട് അയാൾ ടോർച്ചർ ചെയ്യുന്ന പറയുന്നത് ശരിയാണോ? ടോർച്ചർ പോകുമ്പോൾ ഞാൻ കേട്ടില്ല പുള്ളിനെ. അല്ല, ടോർച്ചർ ഏതോ ഒരു ടോർച്ചറിനെ വന്നിട്ട് പുള്ളിയുടെ മറ്റേ വീട് വരെ ഇപ്പൊ ആധാരം ഇല്ലാതെ കിടക്കുന്നത്. എന്റെ പൊന്ന് കേക്ക്, ഞാൻ ഒരു കാര്യം പറയട്ടെ. പുള്ളിക്കാരൻ മറ്റേ റോഡിന്റെ വളവിൽ ഒരു 10 സെന്റ് സ്ഥലം മേടിച്ചിട്ട് റോഡൊക്കെ വെച്ചിട്ട് ചെറിയൊരു വീടൊക്കെ വെച്ച് താമസിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ എടുത്ത് കളഞ്ഞോ നിങ്ങൾ? എനിക്കറിയില്ല. ഞാനൊരു കാര്യം പറയാം. ഇവിടെ ഒരാൾ ബിസിനസ് അല്ലെങ്കിൽ കാര്യം കൊണ്ട് വരുന്നുണ്ടെങ്കിൽ നമ്മൾ ഗവൺമെന്റ് സൈഡിൽ നമ്മുടെ ട്രസ്റ്റിംഗ് ഇൻസ്പെക്ട്സ് ഗവൺമെന്റ് എല്ലാം ചെയ്തു കൊടുക്കും അവർക്ക്. ഇപ്പോൾ പോലും സിറ്റിയിൽ ഓടുന്ന മിക്ക ബിസിനസ്സുകൾക്കും ലൈസൻസിങ് ഫണ്ട് അടച്ചു. ഇത് വേണ്ടാണോ? കേക്ക് ഫീൽ ആയിരുന്നു. എന്ത് ഫീൽ? നമുക്കൊക്കെ ഔട്ട് സൈഡ് അറിയാവുന്ന ആൾക്കാരാണ്. അല്ല, അത് മിസ്റ്റേക്സ് അടയ്ക്കും. അപ്പോൾ മിസ്റ്റേക്സ് ബിസിനസ് കിട്ടാൻ വേണ്ടി പിള്ളേർ എന്ത് ചെയ്തു, ആദ്യം കൊണ്ടുപോയിട്ട് അവരുടെ കയ്യിൽ നിന്ന് പൈസ കൊടുത്തോളാം എന്ന് പറഞ്ഞാൽ നിങ്ങൾ കൊടുക്കേണ്ട റിസീപ്റ്റ് മേടിച്ചാൽ അത് ഞാൻ കൊടുത്തോളാം എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ